നമസ്കാരം. 1600 കോടി രൂപയുടെ കുടിശ്ശിക നിവർത്തിയില്ലാതെ സർക്കാർ സപ്ലൈകോയെ കൈവിട്ടു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ പൂട്ടും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയും പെൻഷൻകാരെയും കൈവിട്ടതുപോലെ തന്നെ സപ്ലൈകോയെയും കൈവിട്ടു എന്നതാണ് വാസ്തവം. കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയ ഇടത് സർക്കാരിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ തെളിവായി ഇപ്പോൾ പൂട്ടും എന്ന് പറയുന്ന സപ്ലൈകോയും റേഷൻ വിതരണവുമെല്ലാം മാറുകയാണ്. വിപണി ഇടപെടലിന് ഭക്ഷ്യവകുപ്പ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഫണ്ട് അനുവദിക്കാത്ത സാഹചര്യത്തിൽ പ്രവർത്തനം വഴിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സപ്ലൈകോ. കച്ചവടം ഏതാണ്ടില്ലാതായതോടെ മിക്ക ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ്. എറണാകുളം കടവന്ത്ര ഗാന്ധിനഗറിലെ സപ്ലൈകോ ആസ്ഥാനത്തെ ഹൈപ്പർ മാർക്കറ്റിന്റെ 1-ാം നില സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂട്ടിയിരിക്കുന്നു. ഈ നിലയിൽ വെച്ചിരുന്ന സബ്സിഡി സാധനങ്ങളുടേതുൾപ്പെടെയുള്ളവ താഴത്തെ നിലയിലേക്ക് മാറ്റിയെന്നാണ് വിവരം. താഴത്തെ നില മാത്രമാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. കോടികളുടെ കുടിശ്ശിക വന്നതാണ് കരാറുകാർ മുഖം തിരിച്ചു നിൽക്കാനുള്ള പ്രധാന കാരണം. സബ്സിഡി സാധനങ്ങളുടെ വിലവർധന നടപ്പാക്കിയിട്ട് പോലും പിടിച്ചു നിൽക്കാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സബ്സിഡി ഇതര സാധനങ്ങളും ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഔട്ട്ലെറ്റുകൾ മൊത്തമായി കാലിയാകുന്നു. വൻ കുടിശ്ശികയുള്ളതിനാൽ കമ്പനികൾ സബ്സിഡി ഇതര സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്ന് തിരിച്ചെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെയാണ് പുറത്തുവരുന്നത്. വിൽപ്പന കുറഞ്ഞതോടെ പലയിടത്തും കരാർ ജീവനക്കാരുടെ എണ്ണവും വെട്ടിക്കുറച്ചെന്നാണ് റിപ്പോർട്ട്. ഓണക്കാലം മുതൽ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ വലിയ ക്ഷാമമാണ് ഉണ്ടായിരിക്കുന്നത്. 8 മാസത്തോളമായി സപ്ലൈകോയിൽ പഞ്ചസാര കിട്ടാനില്ലെന്നാണ് റിപ്പോർട്ട്. വിതരണം ചെയ്ത വകയിൽ കിട്ടാനുള്ള 200 കോടിയിലധികം കിട്ടാതെ പഞ്ചസാര നൽകില്ല എന്ന നിലപാടിലാണ് കരാറുകാർ. സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണയാകട്ടെ പൊതുവിപണിയേക്കാൾ ഉയർന്ന വിലയിലാണ്. ഇതുവരെ വിപണിയിലെ ഇടപെട്ട വകയിൽ 1650 കോടിയോളം കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാരിന് സപ്ലൈകോ വഴി ഉണ്ടായിരിക്കുന്നത്. സപ്ലൈകോയ്ക്ക് കിട്ടേണ്ടുന്ന ഈ തുക ഭക്ഷ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം നൽകണമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല. വിതരണക്കാർക്ക് മാത്രമായി 600 കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ടെന്നാണ് കണക്ക്. കോടികൾ കുടിശ്ശികയായതോടെ സ്ഥിരം കരാറുകാരും ടെൻഡറിൽ പങ്കെടുക്കുന്നില്ലെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. അത് മാത്രവുമല്ല, വിപണിയേക്കാൾ വലിയ വിലയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എന്നതിനാൽ ജനങ്ങൾക്ക് സപ്ലൈകോ സാധനങ്ങൾ ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുകയാണ്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളെയും സർക്കാർ കൈവിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അത് പൂട്ടും എന്നാണ് റിപ്പോർട്ട്.